വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് എന്ന് പറയുമ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ള വെൽക്കം ബാക്ക് ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അതേ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒന്ന് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ടൈം കിട്ടിയത്. കുറച്ച് നാളായിട്ട് പനിയും പിന്നെ വർക്കും ബിസി ആയിട്ട് നല്ല തിരക്കിലായിരുന്നു രണ്ടാളും. ഈ വീഡിയോ ഞങ്ങൾ ആക്ച്വലി ഒരു വീക്കെൻഡിൽ ഓഫ് കിട്ടിയപ്പോൾ പോയതാണ്. ഇപ്പോൾ ഒന്നല്ല, കഴിഞ്ഞ മാസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിലാണ്. വെറുതെ വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് പോയി. നല്ലൊരു ഡേ ഔട്ടായിരുന്നു അന്ന്. യു കെയിൽ ഇപ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ പോയത് ഏകദേശം ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ്. അപ്പം അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റും നല്ല ആംബിയൻസൊക്കെ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് വിചാരിച്ചത് പാർക്കിൽ ആരും ഉണ്ടാവില്ലായിരിക്കും, സൺഡേ ആയതുകൊണ്ടെന്ന്. പക്ഷെ പോയപ്പോൾ തന്നെ ഞെട്ടി. ഫുള്ള് വണ്ടികളാണ്. പാർക്ക് ചെയ്യാനും പോലും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ കറങ്ങിയിട്ടാണ് ഒരു പാർക്കിംഗ് തന്നെ കിട്ടിയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതേ പ്രതു അവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പിള്ളേരുടെ പോലെ ഫുള്ളി മറ്റേ ഇതിലൊക്കെ വലിഞ്ഞു കയറുണ്ടായിരുന്നു. അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പക്ഷെ ഇതിലൊന്നും വലിഞ്ഞു കയറാൻ നിന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സ് അതിന് മാച്ചില്ലായിരുന്നു. ഇടിഞ്ഞു വലിഞ്ഞ് വീണാൽ നല്ല അടിപൊളിയാവും. വൈറ്റ് കളറൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയിണ്ടായിരുന്നത്. അപ്പം അതിനൊന്നും ഞാൻ നിന്നില്ല. അവിടെ നിന്ന് വേറെ ടൗൺ മാറ്റേ. ഞങ്ങൾ വീഡിയോസ് എടുക്കാനുള്ള എക്യുപ്മെൻറ്റ്സും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടിട്ടൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ തോളത്തിട്ട് നടക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും ഉപകാരം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അത് പ്രതിതേ കൊണ്ടുവയ്ക്കായിരുന്നു. പിന്നെ ഇതേ കണ്ടില്ലേ, നല്ല രസമുള്ള ഒരു റിവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മെയിൻലി നീതം മാർക്കറ്റിൻ്റെ ഹൈലൈറ്റ് തന്നെ ആ റിവറും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് റോഡ് പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഫോണൊക്കെ ഇങ്ങനെ ഞാൻ ചുമ്മാ ഒരു മരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് വൈബാണ് കേട്ടോ നമുക്ക് കിട്ടണേ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ലോക്കൽ നേച്ചർ റിസർവ്സ് സഫോക്ക് കൗണ്ടിയിൽ തന്നെ ഉള്ളതായി പാർക്ക്. നല്ല രസമുണ്ടായിരുന്നു. മീൻസ് ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്സിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയൊരു ഡേ ഔട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടും എൻജോയ് ചെയ്യാനും പിന്നെ ഫുഡും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ കുറേ ഫുഡ് കഴിക്കാനൊക്കെയുള്ള കുറേ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ ഇത് ഞങ്ങൾ ചുമ്മാ ചെറിയ വീഡിയോസൊക്കെ എടുക്കായിരുന്നു. ഞങ്ങളൊന്ന് രണ്ട് റീൽസൊക്കെ എടുത്തു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറേ ക്ലിപ്സുകൾ എടുക്കലായിരുന്നു. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വോയിസ് ഓവറൊന്നും പറയാനില്ല. അപ്പം എന്തായാലും ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ചുമ്മാ എനിക്കിങ്ങനെ ക്ലിപ്സൊക്കെ എടുത്ത് വയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നീട് എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബർത്ത്ഡേയ്സിനോ അങ്ങനെയൊക്കെ വല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്ഥലത്ത് നടക്കുമ്പോഴും പുതിയ പുതിയ ഓരോ ഏരിയാസ് കണ്ടുപിടിക്കും. അങ്ങനെ ഇപ്പോൾ നടന്നത് ഇതുപോലെ ഒരു വലിയ, നമ്മുടെ നാട്ടിൽ നമ്മൾ മൊട്ടക്കുന്ന് എന്നൊക്കെ പറയണ പോലെ പ്ലെയിനായിട്ടൊരു സ്ഥലം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ മഷ്റൂം പോലെ മരം കൊണ്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അത് മരം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഷേപ്പിൽ, മഷ്റൂമിൻ്റെ ഷേപ്പിൽ വെട്ടി വെച്ചേക്കാം. വെട്ടാന്ന് ഉദ്ദേശിച്ചാൽ ഇങ്ങനെ ഡിസൈൻ ഷേപ്പ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു മരം കണ്ട, ആ മരത്തിൻ്റെ സൈഡിലൊരു ബെഞ്ചും നല്ലൊരു അടിപൊളി ഫ്രെയിമിലെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു എക്സാക്ട് ഫ്രെയിമായിരുന്നു. അപ്പം ഞാനവിടെ ചെയറിൽ പോയിരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ സൂര്യൻ നമുക്ക് നല്ല രീതിയിൽ സഹകരിച്ചു. നല്ല അടിപൊളി സൺലൈറ്റൊക്കെ തന്നായിരുന്നു. ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ പോലെ എന്തോ ഒരു ഫ്രൂട്ട് ഇങ്ങനെ മരത്തിലുണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആപ്പിളല്ല, വേറെ എന്തോ ആണ്. ഞാൻ ആപ്പിളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആപ്പിൾ തന്നെ, പക്ഷെ വേറെ എന്തോ ആണ് കേട്ടോ. നമുക്കത് എന്താണെന്നുള്ളതൊന്നും മനസ്സിലായില്ല. അവിടെ എഴുതിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തോ ഒരു വൈൽഡ് ഫ്രൂട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നടക്കുകയാണ്. ഇതൊരു വലിയ ഏരിയ ആണ് കേട്ടോ. ഇത് നോക്കിയേ, കറക്റ്റ് മരം കൊണ്ട് ഒരു സോഫ പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. എന്തൊരു ക്രിയേറ്റിവിറ്റി ആണല്ലേ. ഇവിടെ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് എല്ലാം നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുക. ഇതേ കണ്ടില്ല, അടുത്തൊരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്. ഇതൊക്കെ മരം കൊണ്ടാണ്. പിന്നെ ഇത് കണ്ട, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായി പാർക്ക്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ നീതം മാർക്കറ്റിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഈ പാർക്കും ലേക്കൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോഴേ ഇങ്ങോട്ട് വരണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് എത്തിയതെന്ന് മാത്രം. അവിടെ ഇത് മാത്രമല്ല കേട്ടോ, ആ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എത്തിയപ്പോൾ അതിലൊക്കെ കളിക്കാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റില്ലല്ലോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് മാത്രം കളിക്കാനുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ അത് മാനിക്കാതെ ഊഞ്ഞാലാടായിരുന്നു. എനിക്ക് ഊഞ്ഞാൽ കണ്ടപ്പോൾ കൊതിയായി. അതാണെങ്കിൽ എന്തായാലും പൊട്ടി വീഴില്ല എന്ന് ഉറപ്പായിരുന്നു. അത്യാവശ്യം നല്ല സ്ട്രോങ് ഊഞ്ഞാലായിരുന്നു. അപ്പോൾ അതിൽ കയറി കുറച്ച് നേരം ഇരുന്ന് ആടി. ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പാർക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബാർബിക്യൂ പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ബോർഡ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു 20 പേരൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് പാർട്ടി നടത്താം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലായിരിക്കും, ആദ്യം വരുന്നവർക്കായിരിക്കും അവിടെ അത് സെറ്റ് ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് റിസർവേഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ പബ്ലിക്കിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വരിക, പരിപാടി അവതരിപ്പിക്കുക, പോവുക, അത്ര തന്നെ. അപ്പോൾ വലിയ ഒച്ച ബഹളമൊന്നും ഇടാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് ചെറിയ പാർട്ടിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം, അത് അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി, ഞങ്ങൾക്ക് ബറീക്കും പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താൻ. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ്. ഇപ്സിച്ചിൽ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ബറിയിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങോട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴും കിട്ടിയില്ല. പിന്നെ അവിടെ പോയതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അവിടെ ഒരു സ്ലിം ചിക്കൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ചിക്കൻ വിങ്സ് പ്ലാറ്ററും പിന്നെ അവിടുത്തെ ഷേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയി ഈ ചോക്ലേറ്റ് ഷേക്കും പിന്നെ ഈ ചിക്കൻ വിങ്ങിൻ്റെ പ്ലാറ്ററൊക്കെ വാങ്ങിച്ച് രണ്ടാളും കഴിച്ച് നേരെ തിരിച്ച് ഇപ്സിച്ചിലോട്ട് തന്നെ പോവാണ്. ടിപ്സിച്ചിൽ എത്തിയിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത്. അവിടെ പോയിട്ടൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല മഴയായിരുന്നു തിരിച്ചു പോകുമ്പോഴത്തേക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഔട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ്.